ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫിലിപ്പോസ് ശമരിയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട് ശമരിയിലുള്ള ആളുകൾ വിശ്വസിച്ചു. പക്ഷെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ല. പത്രോസും യോഹന്നാനും വന്ന് അവരുടെ മേൽ കൈവച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. അത് ഒരു അത്യാവശ്യമായിരുന്നു. കാരണം യഹൂദന്മാരുടെയും ശമരിയരുടെയും സഭ എന്ന നിലയിൽ 2 സഭകൾ ഉണ്ടാകാതെ ക്രിസ്തീയ സഭ ഒന്നാണ് എന്ന് തെളിയിക്കുവാൻ അത് അത്യാവശ്യമായിരുന്നു. പിന്നീട് കൊർന്നല്യോസിന്റെ വീട് പത്രോസ് പോയി പ്രസംഗിച്ചപ്പോൾ അവർ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന് അവിടെ പത്രോസ് കൈവച്ചില്ല. കാരണം യഹൂദന്മാരായ ആളുകൾ, യെരുശലേമിൽ നിന്നുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അത് വ്യക്തമായി മനസ്സിലായി. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ശമരിയിലുള്ള വിശ്വാസികളുടെ മേൽ വരുന്നത്, പ്രകടമായ അടയാളങ്ങളോടുകൂടി വരുന്നത് അവിടെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പണ്ട് ആഭിചാരം ചെയ്തിരുന്ന ശിമിയോനായിരുന്നു. അയാളത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശിമിയോന് ശമരിയിൽ ഒരു പ്രശ്നമുണ്ട്. പണ്ട് എല്ലാവരും ശിമിയോനെ മഹതി എന്നോ അല്ലെങ്കിൽ വലിയ മഹാൻ എന്നോ ഒക്കെയാണ് കരുതിയിരുന്നത്. കാരണം അയാൾ ആഭിചാരം കൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അയാൾക്കൊരു പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ ഫിലിപ്പോസ് എന്ന ഈ ചെറുപ്പക്കാരൻ യെരുശലേമിൽ നിന്ന് ഇവിടെ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ശിമോന്റെ ആ പ്രാധാന്യം ഇല്ലാതായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് പത്രോസും യോഹന്നാനും യെരുശലേമിൽ നിന്ന് വന്നത്. അവർ വന്ന് ശമരിയിലുള്ള വിശ്വാസികളുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പ്രകടമായ ചില അടയാളങ്ങളും ഉണ്ടായി. ഇത് ഫിലിപ്പോസിനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് എന്ന് ശിമിയോന് തോന്നി. അപ്പോൾ അയാൾ ഓർത്തു, ഇതൊരു നല്ല അവസരമാണ്. ഇതുവരെ ശമരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ ആത്മീയമായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഫിലിപ്പോസാണ്. എന്നാൽ യോഹന്നാനും പത്രോസും വന്നു കഴിഞ്ഞപ്പോൾ, അവർ കൈവച്ചപ്പോൾ ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ശിമിയോനൊരു കാര്യം മനസ്സിലായി, ഫിലിപ്പോസ് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കീഴെയാണ്, ശിമിയോൻ ഇപ്പോൾ ഫിലിപ്പോസിൻ്റെയും കീഴെയാണ്. എന്നാൽ ശിമിയോന് പ്രാധാന്യം വേണം. നഷ്ടപ്പെട്ടു പോയ പ്രോമിനൻസ് വീണ്ടെടുക്കണം. അതാണ് അയാളുടെ ഉള്ളിലിരിപ്പ്. ഇതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ശിമിയോന്റെ മാനസാന്തരം വാസ്തവമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അയാൾ ചിന്തിച്ചു, എൻ്റെ കയ്യിൽ പണമുണ്ട്, കുറെ പണം ഞാൻ പത്രോസിനും യോഹന്നാനും കൊടുക്കും. എന്നിട്ട് ഈ കഴിവ്, അതായത് ഞാൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം, ആ കഴിവ് പണം കൊടുത്തു മേടിക്കാം. ഇയാൾ ഒരു പ്രൊഫഷണൽ മാജിഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയും പണത്തിന് വേണ്ടി ചെയ്യുന്നവനാണ് അതിൻ്റെ അർത്ഥം. ഇയാൾ ആത്മീയതയും പ്രൊഫഷണലിസമാക്കി കണക്കാക്കി. പണം ഉണ്ടാക്കുക, ഇങ്ങനെ പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനുള്ള അധികാരം വാങ്ങിയാൽ പിന്നെ ഇത് വിറ്റ് ആ പണം റിക്കവർ ചെയ്യാം എന്നാണ് അയാളുടെ ഉദ്ദേശം. അയാൾ വിചാരിച്ചു ദൈവത്തിൻ്റെ ദാനം അത് പണം കൊടുത്ത് വാങ്ങാം എന്ന്. എന്നാൽ പത്രോസ് പറയുന്നത്, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? ദൈവത്തിൻ്റെ ദാനം എങ്ങനെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റും? ദൈവം ആത്മീക വരങ്ങളെ ഓരോരുത്തർക്കും കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്, തൻ്റെ ഇഷ്ടപ്രകാരമാണ് കൊടുക്കുന്നത്. അത് ഒരാളുടെ പ്രകടനത്തെ, പെർഫോമൻസിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നന്നായി ജീവിക്കുന്നവർക്ക് ചില നല്ല വരങ്ങൾ, അങ്ങനെയല്ല. ദൈവം തൻ്റെ ഇഷ്ടപ്രകാരമാണ് ആത്മീയ വരങ്ങളെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ആത്മീക വരം കൊടുക്കുവാനുള്ള അധികാരം കിട്ടിയാൽ ഞാൻ മിടുക്കനാകും എന്നാണ് അയാൾ കരുതിയത്. പിന്നെ പല ആളുകൾക്കും അധികാരത്തിന് കീഴടങ്ങിയിരിക്കുവാൻ മനസ്സില്ല. അവർക്കെപ്പോഴും
എല്ലാവരെയും കീഴടക്കണം, എല്ലാവരെയും നിയന്ത്രിക്കണം. ശീമോൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ ഫിലിപ്പോസാണ് നേതാവ്. ഫിലിപ്പോസിനെ ഞാൻ നിയന്ത്രിക്കുകയല്ല, ഫിലിപ്പോസ് എന്നെ നിയന്ത്രിക്കുകയാണോ എന്ന് അയാൾക്കൊരു സംശയം. അപ്പോൾ എങ്ങനെ ഫിലിപ്പോസിനെ നിയന്ത്രിക്കാം? അപ്പോസ്തലന്മാരുടെ സ്ഥാനം കിട്ടിയാൽ ഫിലിപ്പോസിനെ നിയന്ത്രിക്കാം. അതിനുവേണ്ടി പണം കൊടുക്കാൻ അയാൾ തയ്യാറായി. അതായിരുന്നു അയാളുടെ ഉദ്ദേശം. ശമര്യയിൽ വീണ്ടും നേതാവാകണം. ഈ നേതൃത്വ മോഹം പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഫിലിപ്പോസ് ആ സ്ഥലത്തെ നേതാവാകാൻ വന്നയാളല്ല, സുവിശേഷം പറയാൻ വന്നയാളാണ്. നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ ഫിലിപ്പോസ് ഇവിടുന്ന് പോവുകയും ചെയ്യും. ഫിലിപ്പോസിന് വേറൊരു ശുശ്രൂഷ ദൈവം കൊടുക്കും, താൻ അവിടുന്ന് പോകും. എന്നാൽ ഫിലിപ്പോസ് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ശിമിയോൻ സഭയിലെ നേതൃത്വത്തിന് കൊള്ളാവുന്നയാളല്ല എന്ന് അപ്പോസ്തലന്മാർക്കും മറ്റുള്ളവർക്കും തെളിയിക്കുവാൻ ഈ സംഭവം ഇടയായി. അപ്പോൾ ചില ആളുകൾ അവർ ആത്മീയരല്ല, ആത്മീയ നേതൃത്വത്തിന് പറ്റിയ ആളുകളല്ല എന്ന് തെളിഞ്ഞു വരും. അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ആത്മീയ നേതൃത്വത്തിൽ വന്നാൽ അത് സഭയ്ക്ക് അപകടമാണ്. അതുകൊണ്ട് ശീമോനെ പത്രോസ് ശാസിക്കുകയാണ്. തന്നോട് പറഞ്ഞു, താൻ പണം കൊടുത്ത് ഇത് വാങ്ങുവാൻ ഉദ്ദേശിച്ചത് വലിയൊരു തെറ്റാണ്, താൻ പാപത്തിലാണ്, കയ്പിലകപ്പെട്ടിരിക്കുകയാണ്, ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശിമയോൻ പറഞ്ഞു, അയ്യോ അങ്ങനെ സംഭവിക്കരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, നീ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുക, ഒരു പക്ഷേ ദൈവം നിന്റെ പാപം ക്ഷമിക്കും. അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പത്രോസിന് പാപം ക്ഷമിക്കുവാനുള്ള അധികാരമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്കത് ചെയ്യാമായിരുന്നു, താനത് ചെയ്തില്ല. അതിൽ നിന്നും പാപം ക്ഷമിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂവെന്നും സുവിശേഷം വിശ്വസിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പാപം ദൈവം ക്ഷമിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ശിമയോനെ ഫിലിപ്പോസിനെ തോൽപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പോസ് അവിടുന്ന് ഉടനെ പോകും. അവിടെ നിലനിൽക്കാത്ത ഒരാളെ തോൽപ്പിച്ചിട്ട് എന്താ ഫലം? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും. മറ്റുള്ള ആളുകളെ തോൽപ്പിച്ച് അവരെക്കാൾ ബെറ്ററായിട്ട് എന്താ കാര്യം? കാരണം നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ശുശ്രൂഷ ഇതിലൊക്കെ വലുതാണ്. കർത്താവിനോളം വളരുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ വേറൊരു സഹോദരനെ തോൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. ശമര്യയിൽ വന്ന് കാര്യം മനസ്സിലാക്കി അപ്പോസ്തലന്മാർ മടങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് 25-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ അവർ ശമര്യയുടെ ഗ്രാമങ്ങളിലൊന്നും സുവിശേഷം പറഞ്ഞില്ല. പക്ഷെ തിരിച്ചു പോയപ്പോൾ അവർ ശമര്യക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്ന് 25-ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ ഫിലിപ്പോസ് തുടങ്ങി വെച്ചത് അപ്പോസ്തലന്മാർക്ക് പോലും ഒരു മാതൃകയായി. അപ്പോസ്തലന്മാർ തുടങ്ങി വെക്കേണ്ടതായിരുന്നു, പക്ഷേ ഫിലിപ്പോസ് അത് തുടങ്ങി. ആ നല്ല മാതൃക ഇപ്പോൾ അപ്പോസ്തലന്മാർ അനുകരിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.